ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊന്നൊരു അടിപൊളി സോയാ ചങ്ക്സ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് സോയാ ചങ്ക്സ് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ടിട്ടുണ്ട്. ഞാനിത് 2 കപ്പ് സോയാ ചങ്ക്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മണം അധികം ഇഷ്ടമില്ലാത്തവർ നന്നായിട്ട് ഒരു 3 ടൈംസെങ്കിലും പച്ചവെള്ളത്തിലും കൂടെ കഴുകി പിഴിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്പൈസസ് ആയിട്ട് ഏലക്കയും പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു സവാള കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത്യാവശ്യം മൂത്ത് വരുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മതി കേട്ടോ, കാരണം സോയല്ലേ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇറച്ചിക്കൊക്കെ എടുക്കണ അത്രയും വേണ്ട. കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലോട്ട് 3 പച്ചമുളക് ഒന്ന് നെടുകെ പൊളിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് ഇട്ടാൽ മതി. ഇനി അതിലോട്ട് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് കമ്പൈനായി വരണം. ഇനി ഒരു പിടി മല്ലിയിലയും കൂടെ മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്, കാരണം നല്ലൊരു ഫ്ലേവർ കിട്ടും ബിരിയാണിക്ക്. അങ്ങനെ എല്ലാം കുത്തി ഉടച്ച് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. ഇനി അതിലോട്ട് പൊടികളായിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, നല്ല കളറും കിട്ടും. പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലപ്പൊടി, 1/4 സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ട് 1 സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സോയയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 4 കപ്പ് വെള്ളം കൂടെ ചേർക്കണം. പിന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ചോറിനും കൂടെ ആവശ്യമായിട്ടുള്ള അത്ര ഇട്ട് കൊടുക്കുക. നമ്മൾ നെയ്ച്ചോറിനൊക്കെ ഉപയോഗിക്കുന്ന ആ ചെറിയ അരി തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുക്കണം. മുഴുവനായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റെസിപ്പി വീഡിയോസിനും വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബും കൂടെ മറക്കണ്ട കേട്ടോ. ഇനി ആ കുക്കർ ക്ലോസ് ചെയ്തിട്ട് കറക്റ്റ് ഇതിനെ 1 വിസിലിൽ വേവിച്ചെടുക്കുക. പിന്നെ ആ വിസിലൊക്കെ ഒന്ന് പോയിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ കുക്കറിലൊരു സോയ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും പിന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകാനും അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആ സോയയും ചോറും കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടുണ്ട്, അങ്ങനെ തന്നെ കഴിക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫീല്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ വിളമ്പിയെടുത്തു. കൂടെ സൈഡായിട്ട് സുർക്ക കച്ചമ്പറും മാങ്ങച്ചാറും പപ്പടമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിൽ നിന്നും കുറച്ചെടുത്തൊന്ന് മിക്സ് ചെയ്ത് ആ സോയയുടെ ഒരു പീസും പിന്നെ ആ പപ്പടവും കൂടെ ഒന്ന് പൊടിച്ച് എല്ലാം യോജിപ്പിച്ച് അങ്ങനെ ഒരു വാവ്, അടിപൊളിയാണ്. അപ്പോൾ വിചാരിച്ചതിനേലും സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി കാണുന്നവരേക്കും ബൈ.